നമസ്തേ, ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പഠനത്തിൽ ദശകം 3 വരെ നമ്മൾ തീർത്തു. ഇന്ന് നമ്മൾ ദശകം 4 ആരംഭിക്കുകയാണ്. 4-ാമത്തെ ദശകം എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗവും തത്സിദ്ധി പ്രകാരവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ 1-ാമത്തെ ശ്ലോകം നോക്കാം. കല്യതാ മമ ഗുരുഷ്വതാവതിം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദവും പദച്ഛേദവും നോക്കാം. സന്ധിവിച്ഛേദം: കല്യതാം മമ കുരുഷ്വ താവതിം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടം പ്ലസ് അഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാ പ്ലസ് ആശു തവ തുഷ്ടിം പ്ലസ് ആപ്നുയാം. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. ഭവതുപാസനം, ഭവത് ഉപാസനം, അഷ്ടവിധ യോഗചര്യയാ, അഷ്ടവിധ യോഗചര്യയാ. പദച്ഛേദവും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. നമ്മളുടെ നാരായണീയ പഠനം 3-ാം ദശകം കഴിഞ്ഞ് 4-ാം ദശകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവത്തിൽ ദ്വിതീയ സ്കന്ധം 1-2 അധ്യായങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന യോഗാനുഷ്ഠാനം ഈ ദശകത്തിൽ സംഗ്രഹിക്കപ്പെടുന്നുണ്ട്. ദ്വിതീയ സ്കന്ധത്തിലാണ് പരീക്ഷത്തിനോടുള്ള ഉപദേശം തുടങ്ങുന്നത്. ഉപദേശം സിദ്ധിച്ച പരീക്ഷത്തിനോട് ഭാവനയാ തന്മയി ഭാവം പ്രാപിച്ച കവി ഭാഗവത അർത്ഥം കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിക്കുന്നു. ഇവിടെ അന്വയാർത്ഥം നോക്കുകയാണെങ്കിൽ, ഹേ വരദ, എൻ്റെ ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ വരം നൽകുന്നവനെ, യയാ ഭവതു ഉപാസനം, എത്രമാത്രം ആരോഗ്യം കൊണ്ട് അങ്ങേ ഉപാസന ചെയ്യാൻ സാധിക്കുമോ, താവതിം കല്യത മമ കുരുഷ്വ, അത്രത്തോളം ആരോഗ്യത്തെ എനിക്ക് ഉണ്ടാക്കിത്തരണമേ. എനിക്ക് ഭഗവാനെ ഉപാസന ചെയ്യുവാൻ എത്രത്തോളം ആരോഗ്യം ആവശ്യമുണ്ടോ അത്രത്തോളം ആരോഗ്യത്തെ എനിക്ക് ഉണ്ടാക്കിത്തരണമേ എന്നാണ് കവി ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പുഷ്ടയ അഷ്ടവിധ യോഗചര്യയാ ആശു തവ തുഷ്ടിം സ്പഷ്ടം ആപ്നുയാം. ആരോഗ്യം കിട്ടിയാൽ, അതായത് പൂർണ്ണമായ ആരോഗ്യം കിട്ടിയാൽ, അഷ്ടാംഗയോഗം കൊണ്ട് ആശു തവ തുഷ്ടിം, വേഗത്തിൽ അങ്ങയുടെ പ്രസാദം, സ്പഷ്ടം ആപ്നയ, നിശ്ചയമായും പ്രാപിക്കുമാറാകട്ടെ. അതായത് ആരോഗ്യം കിട്ടിയാൽ, അവിടുത്തോടുള്ള ഭക്തിയാൽ പ്രാർത്ഥനയാൽ എനിക്ക് ആരോഗ്യം കിട്ടിയാൽ, അഷ്ടാംഗ യോഗം കൊണ്ട് അവിടുത്തെ അനുഗ്രഹം നിശ്ചയമായും പ്രാപിക്കുമാറാകട്ടെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഷ്ടാംഗ യോഗം എന്നാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ് 8 യോഗാംഗങ്ങൾ. ഉപാസന സ്പഷ്ടവും പുഷ്ടവുമാകണമെങ്കിൽ അഷ്ടാംഗയോഗ വിധിപ്രകാരം തന്നെ ആവണം ചെയ്യേണ്ടത്. അതിനുവേണ്ട ആരോഗ്യവും മറ്റ് കഴിവുകളും തരയണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. അഷ്ടാംഗയോഗങ്ങളിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം എന്നിവ ബഹിരംഗവും, അതായത് പുറത്തേക്ക് ചെയ്യുന്നത്, ധാരണ, ധ്യാനം, സമാധി എന്നിവ അന്തരംഗവും ആണെന്നാണ് യോഗശാസ്ത്ര സിദ്ധാന്തം. ഇവയിൽ ഓരോന്നിനെക്കുറിച്ചും തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ഭട്ടതിരിപ്പാടിനുള്ള വാതരോഗം അദ്ദേഹം സ്വന്തം ഗുരുവിൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ ശരീരത്തേക്ക് മാറ്റിയത് എന്നാണ് ഐതിഹ്യം. ആ രോഗം മാറാൻ വേണ്ടി ഭഗവത് കാരുണ്യത്തിന് കഴിയും എന്ന് ലോകരെ ഈശ്വര ഭജനത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഭാഗവത് ധർമാനുഷ്ഠാനം സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുവാൻ ഭഗവത് അനുഗ്രഹം കഴിയുമാറാകണം എന്ന പ്രാർത്ഥനയുടെ രൂപത്തിലാണ് മിക്കവാറും ശ്രീമദ് ഭാഗവതാർത്ഥ സംഗ്രഹം ഈ സ്തോത്രത്തിൽ
ഉടനീളം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഹരേ കൃഷ്ണ.